നമസ്കാരം. വലിയ പ്രതീക്ഷകളോടെ മെയ് മാസം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസം അനവധിയാർന്ന ഗ്രഹങ്ങൾ രാശിമാറ്റത്തിന് തയ്യാറെടുക്കാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം അത്രമേൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് രാഹുവും കേതുവും. രാഹു കേതു മാറ്റത്തിന് ഒരുങ്ങുന്നു എന്നതാണ് വാസ്തവം. കൂടെ തന്നെ ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളും രാശിമാറ്റത്തിലേക്ക് നീങ്ങുകയാണ്. മെയ് 6 ബുധൻ മേടത്തിലേക്കും മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുകയാണ്. ഈ ഗ്രഹങ്ങളുടെ കൂടെ സൂര്യനും ഇടവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു. പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എല്ലാം തന്നെ രാശിമാറ്റത്തിന് ഒരുങ്ങുന്നതിനാൽ ചില നേട്ടങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നു എന്നതാണ് വാസ്തവം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക, എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. രാഹുകേതു മാറ്റത്താൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. തന്മൂലം ഇവരിൽ പല പ്രതികൂലമായ കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ കടന്നുവരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് രൂപപ്പെടുക. സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് പലപ്പോഴും പ്രതികൂലമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാത്ത സാഹചര്യം ഇവർക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും വഴികൾ തെളിയുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരം ചില വിഷമതകൾ, ആകുലതകൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകലാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ദേഷ്യം നിയന്ത്രിക്കാൻ പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നതും വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ദേഷ്യം നിയന്ത്രിക്കാനും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരം പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നതായ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാം. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹം ആലോചിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ, പുതിയ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അത് സ്ഥിരം ജോലി ആകണം എന്നില്ല. അത് താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ സഹായകരമായ ധനം നിങ്ങൾക്ക് നൽകുന്നതായ ജോലിയായി തന്നെ മാറാം. അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. കടങ്ങൾ വാങ്ങാതെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വായ്പകൾ അനുവദിച്ച് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനപരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ എപ്രകാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് കടന്നു വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രശ്നങ്ങൾ പലതും ജീവിതത്തിൽ നിന്നും അകലുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
പല വിധത്തിലും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പ്രതീക്ഷിക്കുന്ന പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളുണ്ട്. തടസ്സങ്ങളില്ല എങ്കിൽ പോലും ആ കാര്യങ്ങൾ പലപ്പോഴും നിവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതിസന്ധികൾ അകലുന്നതിനാൽ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതലായും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. മോശം വാർത്തകൾ കേൾക്കേണ്ടതായി വരും. അത്തരം ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. അതിനാൽ തീർച്ചയായും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അശ്രദ്ധ പല കാര്യങ്ങളിലും ഉണ്ടായി എന്ന് വരാം. ആ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. മാനസികപരമായ പ്രയാസങ്ങൾ പലതും മനസ്സിലുണ്ട്. എന്നാൽ പലതും പുറമേ കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. പലവിധ വിഷമതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം, സമ്പാദിക്കാൻ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കടന്നു വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, സഹായങ്ങൾ, താൽക്കാലികമായി തന്നെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. കരിയറുമായി ബന്ധപ്പെട്ട് വളർച്ച വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതായ സാഹചര്യം, പ്രതികൂലം എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തുടങ്ങുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തുടരുക തന്നെ ചെയ്യും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളിലൂടെയും അത് പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്നതായ കാര്യങ്ങൾ നഷ്ടത്തിൽ കലാശിക്കുകയോ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ വന്ന് ചേരാത്തതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഈ സമയം സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പരിധിവരെ അകലുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങളോ ധനപരമായ സഹായങ്ങളോ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. എത്ര വലിയ പ്രശ്നമാണ് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. പല കാര്യങ്ങളിലും പലരുടെയും പിന്തുണ, സഹായം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പിന്തുണ, സഹകരണം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ അനുകൂലമായി തീരും. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും എന്നതാണ് വാസ്തവം. പങ്കാളി വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ വഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വഴിക്കും പണം സമ്പാദിക്കാനുള്ള ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള മനോഭാവം മാറുന്നതാണ്. പല ശത്രുതയും ജീവിതത്തിൽ നിന്നും ഒഴിവാവുകയോ അല്ലെങ്കിൽ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. ശത്രുത ഒഴിവാക്കുവാൻ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നത് വഴിയോ അല്ലാതെയോ അത് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ശുഭകരമായി ഭവിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. ആശ്വാസകരമായ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാം. ശുഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്ന് വരാവുന്നതാണ്.
പല കാര്യങ്ങളിലും കഷ്ടകാലം നിങ്ങളെ വേട്ടയാടുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കഷ്ടകാലം ജീവിതത്തിൽ ഒരു പരിധിവരെ ഒഴിയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.